ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാറ്ററിംഗ് വർക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം കിട്ടിയൊരു വർക്കാണ്. അപ്പം 3 കിലോ ബീഫ് ബിരിയാണി. അപ്പോൾ ഇനി വോയിസ് കൊടുക്കുമ്പോൾ ഇവിടെ കാട് വെട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ, ആ മെഷീൻ്റെ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതേപോലെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. പിന്നെ ബീഫൊക്കെ നല്ലോണം കേക്കിയിട്ട് ഞാൻ കുക്കർക്ക് ഇട്ടെടുത്തു. പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂണ് കുരുമുളകിൻ്റെ പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടോ. അപ്പോൾ ഞാൻ കട്ടാക്കിയിട്ട് ഒരു പീസ് ഇട്ടെടുത്തു. പിന്നെ കല്ലുപ്പ് ഇട്ടെടുത്തുകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു സ്പൂണ് ഗരം മസാല ഇട്ടെടുത്തുകൊണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ അടുത്ത് മിസ്സായിക്കണം. അപ്പോൾ അതൊക്കെ വെള്ളമൊന്നും ചോദിച്ചു കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ആ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലിട്ടുകൊണ്ട് ഒറ്റ വിസിൽ വേവിച്ചെടുക്കാം. ഞാനൊരു കുക്കറൊക്കെ എടുത്ത് വെച്ചാണ്ട് നമുക്ക് സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 3 കിലോ ബീഫിന് 1.5 കിലോ സവാള കേട്ടോ വാങ്ങൽ. ഈ 1.5 കിലോ സവാളയിൽ നമ്മൾ തൈര് ഉണ്ടാക്കാനും അതേപോലെ വറുത്ത് കോരാനുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സവാള കേട്ടോ ഞാൻ അതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഉള്ളിയും തക്കാളിയും വാട്ടിയെടുക്കാതുള്ള പെട്ടെന്നുള്ള എളുപ്പപ്പണി കേട്ടോ ഞാൻ ചെയ്യണത്. അങ്ങനെ ഉള്ളിയൊക്കെ ഇട്ടെടുത്തു. ഇനി നമുക്ക് 800 ഗ്രാം തക്കാളി അത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും. ബീഫ് ആയതുകൊണ്ടാണ് ചെറിയ ഉള്ളി ചേർത്തത്. അപ്പം 1 കിലോയ്ക്ക് 6 പച്ചമുളക് വെച്ചങ്ങാണ്ട് 3 കിലോനല്ലേ, അപ്പം അതിനനുസരിച്ച് ഞാൻ ഇട്ട് കൊടുത്തേക്കണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചത് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ അതേപോലെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് 2 വിസിലിന് വേവിച്ചെടുക്കുക. അപ്പോൾ തിളപ്പിച്ച് ചുറ്റിങ്ങാണ്ടാണ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ തീയൊക്കെ കത്തിച്ചങ്ങാണ്ട് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് ഞാൻ കല്ലുപ്പൊക്കെ ഇട്ടെടുത്ത് അതിൻ്റെ ഇടയിൽ ഇപ്പുറത്ത് ഗ്യാസിന് വന്നങ്ങാണ്ട് ബിരിയാണിക്കുള്ള സവാളയൊക്കെ പൊരിച്ചെടുക്കുകയാണ്. ബിരിയാണിൻ്റെ വീഡിയോയൊക്കെ നമ്മൾ കുറേ ഇട്ടിക്കണല്ലോ അല്ലേ. അങ്ങനെ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ പൊരിച്ച് കോരിട്ട് പിന്നെ നമ്മളെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ആ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിക്കണത്. ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ബിരിയാണി വെക്കുമ്പോൾ അങ്ങനെ ഈ ഓയിൽക്ക് മല്ലിച്ചപ്പും പുതിന ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ അത് പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഓരോടെ ടൈം പറഞ്ഞത് ചിലപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടാവും. നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം. അങ്ങനെ ഒരു പാത്രമൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ കുക്കറിലുള്ള മസാല ഉണ്ടല്ലോ, ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയത്, അതങ്ങനെ ഇട്ട് കൊടുത്തു. പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 3 സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തേക്കണേ. 2 സ്പൂൺ ഇതിൽ കാണുന്നുള്ളൂ. പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി കേട്ടോ.
ഞാൻ എരിവിന് മുളകും പൊടി ചേർത്തിട്ടില്ല. പച്ചമുളകും ഇഞ്ചിയും കുരുമുളകിൻ്റെ എരിവാണ് കേട്ടോ ബിരിയാണിക്ക് മുന്നിൽ നിൽക്കേണ്ടത്. പിന്നെ ബിരിയാണി മസാല ഒരു 2 സ്പൂണ് അതും ഇട്ടെടുത്തേക്കണം. ബിരിയാണി വെക്കുമ്പോഴും എന്ത് വെക്കണില്ല അതിൽ ഉപ്പുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യലാണ് വലിയ ഗതികേട്. കാരണം ഉപ്പ് ഏറാനും പാടില്ല കുറയാനും പാടില്ല, കറക്റ്റിനാവണം. മസാലക്ക് ടേസ്റ്റ് കൂടാനുള്ള ഒരു ടിപ്പും കൂടിയാണ് കേട്ടോ. 6 kg നെയ്യ് 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പും പുതിനയും തൈരൊക്കെ ഒഴിച്ചു കൊടുക്കണം. അതേപോലെ ചെറുനാരങ്ങൻ്റെ നീരും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 കിലോ ബീഫക്ക് 1 ചെറുനാരങ്ങ, അപ്പോൾ 3 കിലോ ബീഫാണല്ലോ ഇത്. അപ്പോൾ 3 ചെറുനാരങ്ങൻ്റെ നീര് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കണം. നമുക്കിത് ഒറ്റ വിസിൽ വേവിച്ചെടുത്ത ബീഫ് ഉണ്ടല്ലോ, അത് ഞാൻ ഈ ഇത് നല്ലോണം വെള്ളം ഉണ്ടാവും കേട്ടോ ബീഫിൽ. ആ വെള്ളത്തോടൊക്കെ കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കണേ. ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് കേട്ടോ. ആ വെള്ളം ഒന്നും ചെയ്യണ്ട. അപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്നു നല്ല വെള്ളം ഉണ്ടല്ലോ എന്ന്. ഈ വെള്ളമൊക്കെ വറ്റി വരും. ഇത് ഇളയ ഇറച്ചിയായതുകൊണ്ട് ഞാൻ ഒറ്റ വിസിൽ വേവിച്ചെടുത്തത്. പിന്നെ ഞാൻ ഇറച്ചി ആദ്യം വേവിക്കാതെ അങ്ങനെ പച്ചക്കും വെക്കണ വീഡിയോ ഇട്ടേക്കണം. അങ്ങനെയും ചെയ്യട്ടോ. പിന്നെ അത് ബിരിയാണി ചെമ്പക്ക് ആ മസാലയൊക്കെ മാറ്റിയെടുത്തേക്കണം. പിന്നെ അതിൻ്റെ മുകളിലൊരു വായൻ്റെല വെച്ചെടുത്തേക്കണം. വായൻ്റെലക്ക് ഇങ്ങനെ ഓരോ വെട്ടും ഇട്ട് കൊടുത്തേക്കണം. ചിലവരൊക്കെ ചോദിച്ചു ഇനി കമൻറ്റിൽ ഈ വായൻ്റെല എന്തിനാണ് ഇടുന്നത്. അപ്പോൾ ചോറും നമ്മളെ മസാലയും ഒന്നാവാതെക്കാനാണ്. മസാല വേറെയും ചോറ് വേറെ ഇങ്ങനെ വേറെ വേറെ കിട്ടാനാണ് അങ്ങനെ ചെയ്യണത്. ശരിക്കും നമ്മൾ ബിരിയാണി വെക്കുമ്പം ഈ ഇല ഇടേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം കയറണം എന്നുണ്ടെങ്കിൽ ആ വായൻ്റെല ഒഴിവാക്കണം. അങ്ങനെ അരി തിളപ്പിച്ചിട്ടുള്ള വെള്ളമൊക്കെ തിളച്ചിട്ട് ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് വേവാവട്ടെ. ചോറൊക്കെ ഇട്ടെടുത്തു. പിന്നെ ബിരിയാണി മസാലയും അണ്ടിപ്പരിപ്പും മുന്തിരിയും അങ്ങനെ ഇടവിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു. അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണല്ലോ. ഇതേ കുറച്ച് പാലിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഇല്ല കേട്ടോ. അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒരു നുള്ളി ഇങ്ങനെ ഇട്ടുങ്ങാണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തുങ്ങാണ്ട് അങ്ങനെ അതിങ്ങനെ ഇടയ്ക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ആയി കരട്ടെ ബിരിയാണിക്ക്. അതേപോലെ നല്ലൊരു മഞ്ഞ ഉണ്ടാവും. ഓവർ മഞ്ഞല്ല, ഒരു ലൈറ്റ് മഞ്ഞായിങ്ങാണ്ടുള്ള ചോറ് ഒഴിക്കാരം. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കാതെ ബിരിയാണി വെക്കണവരുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കണ്ടേ. ഇനി ലാസ്റ്റ് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും അതേപോലെ നമ്മളെ മല്ലിച്ചപ്പൊക്കെ കോരി വെച്ച എണ്ണ ഉണ്ടല്ലോ, സൺഫ്ലവർ ഓയിൽ, അത് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റാക്കിങ്ങാണ്ട് ഞാൻ അടുപ്പത്തേക്ക് ദമ്മിടാൻ വെക്കുകയാണ്. അതേപോലെ നാളെ കുറച്ച് മുന്തിരി ജ്യൂസും ക്യാരറ്റ് ഡേയ്സ് ഉണ്ടല്ലോ, ക്യാരറ്റ് ഈത്തപ്പഴം വെച്ചങ്ങാണ്ടുള്ള കേക്ക്, അതും അംഗൻവാടിയിൽ നാളെ ശിശുദിനാണ്. അപ്പോൾ അതിന് കൊണ്ടുപോകണം. 80 പീസ് കേക്ക് വേണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കണം രാത്രി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്താലോ. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും.